ആകട്ടെ, ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? ഞാനിങ്ങനെ ഓർക്കാപ്പുറത്താണ് ഇവിടെ നിൽക്കുന്നത്. എങ്കിലും കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് ഒരു ധൈര്യമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ചില ധൈര്യമില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. കാര്യം വചനം അത്ര നിശ്ചയമുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്തും പറഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് എനിക്കൊരു ചിന്തയുമില്ല. എങ്കിലും ഈ രാത്രിയിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പോഴാണ് ആ വചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന സമയത്തിനും അസമയത്തും ഒരുങ്ങി നിൽക്കണമെന്ന്. അതുകൊണ്ട് ആ ഒരുക്കം ഇന്നിവിടെ ഞാൻ എത്രത്തോളം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതല്ല, ഒന്നും ഒരുക്കിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്നെ ആർക്കും അറിയത്തില്ല, എനിക്കും ആരെയും അറിയത്തില്ല. ഈ നേരിട്ട് കണ്ടുള്ള ആരും നേരിട്ട് ആരെയും കണ്ടിട്ടില്ല. ഞാനൊരു പുതിയ ആളായതുകൊണ്ട് നിങ്ങളെക്കാളും ഒക്കെ ഏറ്റവും ജൂനിയർ ആണെന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. എൻ്റെ സീനിയേഴ്സിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ആദ്യം ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. ശരിക്കും പറഞ്ഞാൽ 1958 ഞാൻ തിരുവനന്തപുരത്ത് താമസം തുടങ്ങിയത്. ഇതിൻ്റെ ഇടയ്ക്കൊരു 4 വർഷം ഗുജറാത്തിലായിരുന്നു, അഹമ്മദാബാദിലായിരുന്നു. ബോംബെ കൂടെ കടന്നു പോയിട്ടുണ്ട്. ബോംബെയിൽ കുറച്ച് നാളൊക്കെ അതിലേക്ക് നടന്നിട്ടുണ്ട്. അല്ലാതെ വേറെ സ്റ്റേറ്റുകളുമായിട്ട് വലിയ പരിചയമില്ല. ഒറീസയിലും ജാർഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ജസ്റ്റ് ഒന്ന് പോയി വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ വടക്കേ ഇന്ത്യയിലെ വേലകളെ കുറിച്ച് വലിയ ഒരു ജ്ഞാനമൊന്നുമില്ല. സോറി. ഒരു 90കളിലാണ് ഞാൻ ആദ്യമായിട്ട്, ഞങ്ങളൊരു റോമൻ കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നു. ഞാൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അവരുടെ ഇത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ അപ്പനും അമ്മയൊക്കെ വിചാരിച്ചിരുന്ന ഞാനൊരു അച്ഛനാകുന്നായിരുന്നു. അവരതിന് വലിയൊരു താല്പര്യം കൊടുത്തിരുന്നു. കാര്യം എൻ്റെ 2 സഹോദരിമാരും സുഖമില്ലാത്തവരായിരുന്നു. ഒരാള് മെന്റലി റിട്ടാർഡും ഒരാള് ഫിസിക്കലി റിട്ടാർഡുമായിരുന്നു. രണ്ടുപേരും ഇന്ന് ഭൂമിയിലില്ല. ഒരാൾ 40 വർഷം ഒരേപോലെ കടന്ന് മരിക്കുകയായിരുന്നു. ഒരാളെ അവസാന കാലത്ത് എനിക്ക് ശുശ്രൂഷിക്കാനൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ വർഷമായിരുന്നു അവളുടെ മരണം. അങ്ങനെ എൻ്റെ കൂടപ്പിറപ്പുകളൊന്നുമില്ല. എനിക്കൊരു ഭാര്യയും 3 കുഞ്ഞുങ്ങളും. 2 ആൺമക്കള് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. ഒരു മകളുള്ളത് ഡെൻമാർക്കിലാണ്, ഒരു കുടുംബമായിട്ട്. 3 പേരും കുടുംബസ്ഥരാണ്. മകള് 2 കുട്ടികളുമായിട്ട് ഡെൻമാർക്കില്. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. മൂത്ത മകൻ ആണ് ഏറ്റവും അവസാനം കല്യാണം കഴിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും അവസാനം രക്ഷയിലേക്ക് അവൻ രക്ഷിക്കപ്പെട്ടതായിരുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് വളരെ പിന്മാറിപ്പോയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവസാനം മടങ്ങി വന്നു. 40ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു. അവരവരുടെ ചർച്ചിൽ വളരെ പാട്ടും അവരുടെ കൊയർ ഒക്കെ ലീഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. കുട്ടികളൊന്നും ആയിട്ടില്ല. ഇളയ മകൻ ആരും ഞങ്ങളുടെ കൂടെ ഇല്ല, അവരും വേറെ താമസിക്കുകയാണ്. ഇളയ മകനൊരു കുഞ്ഞ്. അവൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നു. അങ്ങനെ 2 പേര് തിരുവനന്തപുരത്തുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് ഈ വീട്ടില്. ഞങ്ങൾക്ക് സഹായത്തിനൊരു സഹോദരിയുണ്ട്. 40 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. എൻ്റെ ഭാര്യ ഈ വർഷം വെളിപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതുവരെ മർമ്മമായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച്. സാധാരണ
ഞാനല്ല ശരിയായിട്ട് ക്ലാസ് കേട്ടോണ്ടിരുന്നത്, അവളായിരുന്നു കേൾക്കുകയും അതിന്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുകയും അതിന്റെ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോഴാണ് വെളിപ്പാട് പുസ്തകം തുടങ്ങിയ പിന്നാണ് ഞാൻ ഈ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ ഒരു 90കളിൽ കരിസ്മാറ്റിക് മൂവ്മെന്റിലൂടെ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. 92, 93 ആ സമയത്താണ് രക്ഷിക്കപ്പെടുന്നത്. അതും ഒരു കരിസ്മാറ്റിക് മീറ്റിങ്ങിൽ വെച്ച്. അത് രക്ഷിക്കപ്പെടലായിരുന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് കിട്ടിയ ഒരു അന്യഭാഷ അതും അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഈ വിവരങ്ങളൊക്കെ പഠിക്കുന്നതും അറിയുന്നതും. അന്ന് മുതൽ ഇന്ന് വരെയും അന്ന് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ വലിയൊരു കത്തല് അത് ഇന്നും കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ എൻ്റെ സ്നേഹവാനായ കർത്താവ് സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുമിച്ച് തന്നെ എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു സ്നാനപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും ഞങ്ങളുടെ ആത്മീയ വളർച്ച ആരംഭിച്ച തൃശ്ശൂർ നിന്നാണ്. അന്ന് ദൈവം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചെറിഞ്ഞതുപോലെയായിരുന്നു. അവിടെ 5 വർഷം ഉള്ള തൃശ്ശൂർ ടൗണിലെ താമസവും അവിടുത്തെ ഒരു PG സെന്ററിൽ മറ്റേ ഒരു മാഷിന്റെ കീഴിൽ, അതൊരു വർഗീസ് മാസ്റ്ററാണ്, PG മാഷ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന, വളരെ പ്രായമായി. അദ്ദേഹം വളരെ കത്തി നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതും. അങ്ങനെ ആ സഭയില് 5 വർഷം, അതുപോലെ തൃശ്ശൂർ ടൗണില് ഒരു സുവിശേഷ പ്രവർത്തനങ്ങൾ പല സഭകളിലുള്ളവരുമായിട്ട് ചേർന്ന് തുടങ്ങാനൊക്കെ അന്ന് അവിടെ ദൈവം സഹായിച്ചു. അത് അവിടുന്ന് പിന്നെ ഞാൻ വയനാടിലേക്കാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. 2000 ജോലിയൊക്കെ രാജിവെച്ചിട്ട് പോകുന്നു. ഞാൻ ആരിസൺ മലയാളം എന്ന കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിനു മുമ്പ് എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു സുവോളജിസ്റ്റ് ആയിരുന്നു. ഒരു ബയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തതിനാണ് ബോംബെയിലെ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ 2 വർഷം വർക്ക് ചെയ്തു. ഡോക്ടർ സലീം അലി എന്നുള്ള കേട്ട് കാണുമായിരിക്കും ചിലപ്പം ആരെങ്കിലും ഒക്കെ. അങ്ങനെ ഒരു പക്ഷി ശാസ്ത്രജ്ഞന്റെ കൂടെ പക്ഷിപിടുത്തവും ഒക്കെ ആയിട്ട് 2 വർഷം ചെലവഴിച്ചു. അങ്ങനെ ഇന്നും പക്ഷിയോടും എനിക്ക് വലിയ താല്പര്യമുണ്ട്. കാര്യം അന്നത്തെ പക്ഷികളെ നിരീക്ഷിച്ചിരുന്ന ആ ഒരു കാലം, കാര്യം വളരെ ക്ഷമയോട് കാത്തിരിക്കണമായിരുന്നു പല കാര്യങ്ങളും കാണാൻ, അതിന്റെ കൂട് കണ്ടുപിടിക്കാൻ, മുട്ടയിടുന്നത് അറിയാൻ. ആ ക്ഷമാശീലം എന്നെ മനുഷ്യരെ നിരീക്ഷിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പക്ഷി നിരീക്ഷണത്തിലൂടെ മനുഷ്യ നിരീക്ഷണത്തിലേക്ക് വന്നു. ഒരു ബയോളജിസ്റ്റ് ആയിരുന്ന ഞാൻ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് മാറിയത് വളരെ അത്ഭുതകരമാണ്. കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു. സ്വന്തം അപ്പനും അമ്മയും എല്ലാവരും തന്നെ ഞങ്ങൾക്ക് എതിരായിട്ട് നിന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒത്തിരി പേര്, എൻ്റെ കസിൻസ് ഒക്കെ വിശ്വാസത്തിലേക്ക് വന്നു. അവസാനം എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ മനസ്സിലായി എന്തോ ഒരു സത്യം ഇതിനകത്തുണ്ടെന്നും. കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ ഫാദറിന്റെ കൂടെ ഉണ്ടായിരുന്നു, എങ്കിലും കത്തോലിക്ക വിശ്വാസത്തിന് നിന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും ഇന്ന് ആ പ്രയാസങ്ങളൊന്നും ഇല്ല. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഒരു പുതിയ വേല, അതായത് ഞാൻ 2 ചർച്ചയെങ്കിലും മാറിയിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. ഈ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഒരു ഗോസ്പിൾ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരു സഭയിലാണ് ഒരു ശുശ്രൂഷകനായിട്ടുള്ള ഒരു ചെറിയ ഉപദേശിയായിട്ട് അവിടെ ഇരിക്കുന്നു. അവിടുത്തെ പ്രധാന ശുശ്രൂഷ എന്ന് പറഞ്ഞ ജയിലുകളിലാണ്. ഈ കഴിഞ്ഞ വർഷം വരെ കേരളത്തിലുള്ള 45
ഓളം ജയിലുകളിൽ ജയിൽ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് ചേർന്ന് കഴിഞ്ഞ മാർച്ചില് ഈ ഗവൺമെന്റ് ഞങ്ങൾക്കുള്ള എല്ലാ അനുവാദങ്ങളും അവർ നിർത്തി. ഇനി ജയിലിൽ ഇങ്ങനെ ഒരു മതപഠനം വേണ്ട എന്നൊരു തീരുമാനത്തിൽ അവരെത്തി. അങ്ങനെ കംപ്ലീറ്റ് നിർത്തിക്കളഞ്ഞു. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഉള്ള ജയിലിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു 10ഓളം വോളണ്ടിയേഴ്സ് ഉണ്ട് ജയിലിൽ പോകുന്നവർ. എന്നാൽ ഈ കഴിഞ്ഞ ക്രിസ്മസിന്റെ കാലത്ത് ഈ ക്രിസ്മസ് ടൈമില് ഒരു ക്രിസ്മസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ജയിലുകളിൽ ഒരു പ്രോഗ്രാം നടത്തുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം അതിനുള്ള അനുവാദം കിട്ടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ആ സമയമായപ്പോൾ അധികാരികളോട് ദൈവം ഇടപെട്ടതാണെന്ന് തോന്നുന്നു. 25ഓളം ജയിലുകളിൽ ക്രിസ്മസ് പ്രോഗ്രാം നടത്താൻ കഴിഞ്ഞു. ഞങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ തലയെ തൊപ്പിയും വെച്ച് ഉള്ള പരിപാടികളൊന്നും അല്ല. മറ്റേ ക്രിസ്മസ് പാപ്പായ വേഷം കെട്ടിച്ചു കൊണ്ടുപോകുന്നതും അല്ല. നിർമ്മല സുവിശേഷം മാത്രം പറയുക. പിന്നെ ജയിലിലുള്ളവർക്ക് ഇച്ചിരി കേക്ക് വിതരണം ഇതൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചിലയിടത്ത് ഭക്ഷണം കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള വലിയ ഒച്ചര ഭാരിച്ച് ചെലവുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇത്തവണ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, അതായത് മാക്സിമം 10 പേര്. പണ്ടൊക്കെ 10-20 പേര് വരെ പോകുമായിരുന്നു. കാര്യം പാട്ടുകാര്, പിന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റ് വായിക്കാനുള്ളവര്, പിന്നെ കേക്ക് വിതരണം, എല്ലാത്തിനുമായിട്ട് വോളണ്ടിയേഴ്സ് കുറെ പേര്. ഈ ക്രിസ്മസ് പ്രോഗ്രാം അനുസരിച്ച് ഞങ്ങൾക്ക് എല്ലാ ജയിലുകളിലും പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. വനിതാ ജയിലിലാണെങ്കിലും അന്ന് പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഇത്തവണ അതൊന്നും ഉണ്ടായില്ല. മാക്സിമം 10 പേരാണ് പലയിടത്തും പോകാൻ കഴിഞ്ഞത്. എങ്കിലും അതൊരു വലിയ വിജയകരമായിട്ട് അത് പര്യവസാനിച്ചു എന്ന് വേണം പറയാൻ. കാര്യം ഞാനന്ന് ഒരു ജയിലിൽ മാത്രമേ പോയി. ഞങ്ങൾ ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ആറ്റിങ്ങൽ ജയിലിൽ മാത്രമാണ് അന്ന് കടന്നു പോകാൻ കഴിഞ്ഞത്. അത് വളരെ കാര്യം ജയിലിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാല് നമ്മുടെ മുമ്പില് ഒരു 10-100 പേരെ ഓഡിയൻസിനെ കിട്ടും. എല്ലാവരും അവരുടെ ആവശ്യബോധത്തോട് വന്നിരിക്കുന്നതല്ല, നിർബന്ധത്താൽ വന്നിരിക്കുന്നു. അതിൽ കുറച്ച് പേരെങ്കിലും. പക്ഷേ ഇവരെല്ലാവരും നമ്മൾ പറയുന്നത് കേൾക്കും, സുവിശേഷം കേൾക്കും, യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കും. അവർ കാര്യം അവർക്ക് അവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കാനും നോക്കുകയല്ലോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണമേ. എല്ലാം കൂടെ 1 മണിക്കൂർ, ഒരു 2 മണിക്കൂർ കൊണ്ട് എല്ലാം കഴിയും. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഗുണം ജയിലുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. കാര്യം നമുക്ക് നല്ലൊരു ഓഡിയൻസിനെ കിട്ടും. നമ്മൾ ആരെയും കൂട്ടി വരുന്നില്ല. അവരെ തന്നെ വിളിച്ചിരുത്തി, എല്ലാവരെയും വിളിച്ചിരുത്തി സാധാരണ എല്ലാ മാസങ്ങളിലും നടത്തിക്കൊണ്ടുന്ന പ്രോഗ്രാമുകളിലാണെങ്കിൽ 1 മണിക്കൂർ നമുക്ക് സമയം കിട്ടും സുവിശേഷം പറയാൻ. പക്ഷെ അത് ഈ വർഷം അത് അവസാനിച്ചു. എന്നാൽ കഴിഞ്ഞ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിലില് അവിടെ ഒരു ചാപ്പലുണ്ട്. അപ്പോ ഈ ഞങ്ങളുടെ പാസ്റ്റർ മോസസ് ജോൺ എന്ന് പറഞ്ഞ പാസ്റ്റർ ഇങ്ങനെ നിരന്തരമായിട്ട് ഗവൺമെന്റുമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ ഗവൺമെന്റ് ഇതെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ പുള്ളി വിവരാവകാശ ഉണ്ടല്ലോ, അവിടെ ചെന്ന് അവിടുന്ന് ഇതിനെക്കുറിച്ച് ഒരു വിവരാവകാശം തേടി. കാര്യം അങ്ങനെ ഒരു തീരുമാനമുണ്ടോ ഗവൺമെന്റിന് ഇങ്ങനെ ജയിലുകളിൽ മതപ്രവർത്തനങ്ങൾ നിർത്തലാക്കുന്നു? അങ്ങനെ നോക്കിയപ്പോ അങ്ങനെ ഒരു തീരുമാനമില്ല. മന്ത്രിസഭയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല. അത് DGPയും എനിക്ക് തോന്നുന്നു ചീഫ് മിനിസ്റ്ററുടെ ഓഫീസുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അത് വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ വീണ്ടും അതിനുള്ള ഒരു ശ്രമം നടത്തി. അവസാനം ഞങ്ങൾക്ക് ഇപ്പം ഈ കഴിഞ്ഞ മാസം മുതൽ, അല്ലെങ്കിൽ ഡിസംബർ 17-ാം തീയതി മുതൽ പൂജപ്പുര സെൻട്രൽ ജയിലില് ചാപ്പൽ ഉള്ളിടത്ത് ഞായറാഴ്ച അവിടെ സഭായോഗം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. വേറെ ഒരിടത്തും അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ പൂജപ്പുര സെൻട്രൽ ജയിലില് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 85-ന് ശേഷം എല്ലാ ഞായറാഴ്ചയും സഭായോഗം നടന്നിരുന്നു. അവിടെ
അതിനുള്ള അനുവാദം റോമൻ കത്തോലിക്ക സഭയ്ക്കുണ്ട്, പിന്നെ വേറൊരു ഗ്രൂപ്പിനും ഉണ്ട്. പക്ഷെ അവരൊന്നും എല്ലാ ആഴ്ചയും വരികയില്ല, മാസത്തിൽ 2 ആഴ്ച 3 ആഴ്ച. പക്ഷെ ഞങ്ങളുടേത് എല്ലാ ആഴ്ചയും. അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട അനേകര് പുറത്തു വന്ന് ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്നവരുണ്ട്, നല്ല വിശ്വാസികളായിട്ട് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ ഈ 17-ാം തീയതി വീണ്ടും അവിടെ തുടങ്ങിയപ്പോൾ അന്ന് കടന്നു പോകാൻ എനിക്കും ഒരു അവസരം ലഭിച്ചു. അപ്പൊ അന്ന് അവിടെ ചെല്ലുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്, പിന്നെ പുതിയതായിട്ടുള്ള ഒത്തിരി ചെറുപ്പക്കാർ, കൂടുതലും ചെറുപ്പക്കാരൻ, വളരെ ഒരു 25-30 വയസ്സിനകത്തുള്ളവരാണ്. പലരും ഇപ്പോഴത്തെ മയക്കുമരുന്നിന്റെ പിടിയിലകപ്പെട്ടവരാണ് ഇങ്ങനെയുള്ളവര്. അതിന്റെ കൂട്ടത്തിൽ 3 പാസ്റ്റർമാരും ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. ഒരു പാസ്റ്റർ ഒരു കൊലപാതക കേസ്, സ്വന്തം ഭാര്യയല്ല കൊന്നത്, വേറൊരു സ്ത്രീയെ കൊന്നു. അത് കുറച്ച് വർഷങ്ങളായിട്ട് കിടക്കുകയാണ് അവിടെ. പിന്നെ ഒരു അടിപിടി കേസിൽ ഒരു പാസ്റ്റർ, പിന്നെ ഒരു പാസ്റ്റർ ഒരു സാമ്പത്തിക ഇടപാടിൽ. ഇങ്ങനെ 3 പേര്. ഒരാൾ IPCയിലുള്ള ആളാണ്, ഒരാൾ സ്വതന്ത്ര സഭയിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസികൾ ധാരാളം പേര്, വിശ്വാസികളെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യം, അവര് ഏത് സഭയിൽ ഏത് ജയിലിൽ ചെന്നാലും ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും വിശ്വാസികളുടെ കാണും. അവർ വളരെ സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും ചെയ്യും. ഞാൻ AG ചർച്ചിലാണ്, ഞാൻ IPCയിലായിരുന്നു, ഞാനൊരു വിശ്വാസിയാണെന്ന് പറയാനൊന്നും മടിയില്ല. കാര്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നുള്ളതാണ് അവരുടെ. പലർക്കും ദുഃഖമുണ്ട്, അവരുടെയൊക്കെ ഒരു മാനസാന്തരം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കാര്യം ഇവരൊക്കെ ആ ജയിലിന്റെ ഉള്ളിൽ പ്രവേശിച്ച പോലെ അല്ല, തിരിച്ചിറങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. ഇന്ന് ആ ഒരു സാക്ഷ്യം പറഞ്ഞ ഒത്തിരി ആൾക്കാർ, ശരിക്കും പറഞ്ഞ ഞാൻ അതിന്റെ ഒരു ഇതുവരെ ചെയ്ത ആ ജയിൽ മിനിസ്ട്രിയുടെ പാസ്റ്റർ മോസസ് ജോണും അവരുടെ ഗ്രൂപ്പും ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് യാതൊരു രേഖകളും അവർ എഴുതി വെച്ചിട്ടില്ല. ഞാനിപ്പോ അതിന്റെ അതിന് ആ ഒരു ഇതുണ്ടാക്കുന്ന കാര്യം, രക്ഷിക്കപ്പെട്ടത് ധാരാളം പേര് ശുശ്രൂഷയിലായിരിക്കുന്നവരുണ്ട്. ഒരു കാലത്ത് കൊലപാതകികളായിരുന്നവര്, ഒരു കാലത്ത് വളരെ ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നവര്, അവരൊക്കെ ഇന്ന് വളരെ നല്ല നിലയിൽ ആയിരിക്കുന്നു. അതുവരെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അങ്ങനെ ആ ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സെൻട്രൽ ജയിലിൽ 8 പേരെ, 2 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ ഒരു സമയത്ത്. ഞങ്ങളൊരു 8 വോളണ്ടിയേഴ്സ് ഉണ്ട്. ഞങ്ങൾ മാറി മാറി അവിടെ പോകും. രാവിലെ 8 മണി മുതൽ 8:30 മുതൽ 10 മണി വരെയാണ് അവിടുത്തെ സഭായോഗം. 8:30 വരെയും കത്തോലിക്കരുടെ കുർബാനയും അതുമൊക്കെ കാണും ചില ദിവസങ്ങൾ, ചില ഞായറാഴ്ചകളിൽ. ഞങ്ങളുടെ സഭായോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സഭായോഗം തന്നെയാണ്. അവര് തന്നെ 2-3 പേര് പാട്ട് പാടാനും ഒക്കെ വളരെ താല്പര്യത്തോടെ വന്ന് അവർ പാട്ട് പാടുന്നു. കുറച്ച് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാം. പിന്നെ വചന ശുശ്രൂഷയും, അങ്ങനെയുള്ള ഒരു മിനിസ്ട്രിയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ജയിലുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾക്കൊക്കെ വലിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മള് മതപ്രഭാഷണം ശരിക്കും അവിടെ അനുവദിക്കുന്നില്ല. എങ്കിലും ആദ്യ കാലത്തൊക്കെ അവിടുത്തെ ജയിലിലുള്ള വെൽഫെയർ ഓഫീസർ വന്ന് ഞങ്ങൾ എന്താ പറയുന്നത് ശ്രദ്ധിക്കും. യേശുവിൽ മാത്രം രക്ഷയെന്ന് പറഞ്ഞാൽ അവർ ഉടനെ തന്നെ കൈവെക്കോ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ അത് പറയാൻ പാടില്ലെന്നാണ്. പക്ഷെ ഈ ക്രിസ്മസ് പ്രോഗ്രാമിലും ഇപ്പൊ നടക്കുന്ന ഞങ്ങളുടെ ഈ സഭായോഗത്തിലും ഇപ്പൊ ആരും വന്നിരിക്കുന്നില്ല. ഒരു പോലീസുകാരൻ പോലും അവിടെ എങ്ങും വന്നിരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നന്നായിട്ട് നിർമ്മല സുവിശേഷം, അങ്ങനെ തന്നെ പറയാം, കർത്താവ് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരുത്തനിൽ രക്ഷയില്ല എന്ന് തീർത്ത് പറയാനായിട്ട് കഴിയുന്നുണ്ട്. അതൊക്കെ വലിയൊരു അനുഗ്രഹം. ഇപ്പം എല്ലാ ജയിലുകളിലും ഇപ്പൊ ആ ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എങ്കിലും കിട്ടിയ അവസരം ഞങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ നിങ്ങളോടൊപ്പം ഇങ്ങനൊരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ഈ വർഷത്തെ എൻ്റെ ഒരു മെസ്സേജ് 2024
അപ്പോൾ എല്ലാ വർഷവും നമ്മൾ പറയുമല്ലോ, ഈ ഒരു വർഷം പുതിയൊരു വർഷത്തേക്ക് കടക്കുമ്പോൾ ഈ ഒരു വർഷം നമുക്ക് അനുഗ്രഹമായിരിക്കും, വിടുതലായിരിക്കും. അങ്ങനെ പറയാനായിട്ട് എനിക്കൊന്നുമില്ല. ഈ ഒരു വർഷം അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ എല്ലാവരുടെ പറഞ്ഞത്. കാര്യം ജയിലിലായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രസംഗം പുതിയ വർഷത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ അവിടെ പറഞ്ഞ ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങളോടും പറയുന്ന, എൻ്റെ മക്കളോടും പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഇതായിരുന്നു: കർത്താവ് ഇമ്മാനുവലാണ്, ഗോഡ് വിത്ത് us. കർത്താവ് നമ്മോട് കൂടെ. അപ്പൊ ആ ഒരു വിഷയമായിരുന്നു ഈ വർഷം. ഈ വർഷം നമുക്കൊത്തിരി പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലായിടത്തു നിന്നും നമുക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വാർത്തകളൊന്നും ഒട്ടും ആശ്വാസകരമല്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമുക്കൊരു കാര്യം ഉറപ്പാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നു അല്ലേ? അതിൻ്റെ ആ പ്രവചനത്തിന്റെ നിവർത്തി. ഇമ്മാനുവേൽ, കർത്താവ് കൂടെയുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ഒരു പ്രവചനം പറയുമ്പോൾ അതേ സമയത്ത് തന്നെ കർത്താവ് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദാവീദിനെ കുറിച്ച് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. കാര്യം ദാവീദിനും ആ ഒരു സത്യം മനസ്സിലാക്കിയിരുന്നു. അതിന്റെ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്ന അങ്ങനെയല്ലേ: ഊരിൽ താഴ്വരയിലൂടെ നടന്നാലും, ശരിക്കു പറഞ്ഞാൽ മരണ നിഴലിൻ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അപ്പൊ എന്നോട് കൂടെ ഇരിക്കുന്ന, എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടിയ ഒരു വലിയ ആശ്വാസം, വലിയൊരു ധൈര്യം എന്ന് പറഞ്ഞ എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ആ ഒരു ധൈര്യം ഈ വർഷം നമുക്ക് ആ ഒരു ധൈര്യം കൂടുതലായിട്ട് വേണം. നമ്മൾക്ക് ആ ഒരു വിശ്വാസം കൂടുതലായിട്ട്. ഇത് ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും അല്ലെ? ഇതാരോടാ പറയുന്നത് എന്നുള്ള. ഈ പ്രവചനം പറഞ്ഞു അല്ലേ? മത്തായിയുടെ സുവിശേഷം നമ്മളത് വായിക്കുന്നു. പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ മറിയോട് പറയുന്ന ഒരു വാക്ക് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയോട് പറയുന്നത് എൻ്റെ 28-ാമത്തെ വാക്യമാണ്. കൃപ ലഭിച്ചവളെ, ഒന്ന് വായിക്കാമോ? ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. എന്തൊരു വന്ദനമായിരുന്നു അല്ലേ? ഇന്ന് ഓർക്കാപ്പുറത്ത് ഒരു സന്ദേശം കിട്ടിയതുപോലെ മറിയയ്ക്ക് വന്ന് ഓർക്കാപ്പുറത്തൊരു സന്ദേശം: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പിന്നീടാണ് ഓഫർ ലെറ്ററും അപ്പോയിന്റ്മെന്റ് ലെറ്ററും ഒക്കെ കൊടുക്കുന്നത്. എന്താണ് മറിയയെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? പക്ഷെ അതിനു മുമ്പേ പറഞ്ഞു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നോക്കണേ, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ആ സമയത്ത് ആ മറിയയുടെ അവസ്ഥ, മറിയ ഒരു ബിട്രോത്തലൊക്കെ കഴിഞ്ഞ് വിവാഹം ഉറപ്പിച്ച് ആ വിവാഹത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിൽ വളരെ സ്വപ്നങ്ങളോടുകൂടി, ഒരു വളരെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി, എത്ര വലിയ സ്വപ്നവും ആഹ്ലാദവും വളരെ സന്തോഷവതിയായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു വന്ദനസ്വരം കേൾക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാല് അത് കേട്ട് കഴിഞ്ഞ പിന്നെ അതിനുശേഷം നമ്മൾ ആ മറിയയുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കുകയാണെങ്കിൽ പിന്നെ സംഭവിച്ചത് എന്താ? അന്ന് വരെ ഉണ്ടായിരുന്ന മറിയയുടെ ജീവിതം അപ്പാടെ മാറി. കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞതിൽ പിന്നീട് ഒരിക്കലും മറിയയുടെ ജീവിതം പഴയതുപോലെ ആയിട്ട് ആ ആഹ്ലാദത്തോടെ വിവാഹത്തിനായിട്ട് കാത്തിരുന്ന്
ആ സുദിനത്തിന് വേണ്ടി നോക്കിയിരുന്ന ആ മറിയയുടെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്ര വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ആരും വിശ്വസിക്കാത്ത ഒരു ഗർഭം. അതിനുശേഷമോ ആ കുഞ്ഞുണ്ടായപ്പോഴും ആ കുഞ്ഞിന്റെ വളർച്ചയിൽ കേട്ട പ്രവചന ശബ്ദം, നിന്റെ ഹൃദയത്തിലൊരു വാള് കിടക്കും. അതും ഈ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ തന്റെ ശുശ്രൂഷയിൽ ഇറങ്ങിയ കർത്താവിനെ കുറിച്ച് ഓരോരുത്തർ പറയാൻ തുടങ്ങിയത്, ഇവൻ മറിയയുടെ മകനല്ലേ എന്ന് പറഞ്ഞാൽ അവരൊരു വ്യംഗ്യാർത്ഥത്തിലാണ് അത് പറയുന്നത്. അപ്പനില്ലാത്ത ഒരു ജാരസന്തതി എന്നുള്ള ഒരു ഇതോടുകൂടി പിന്നെ കുറെ പേര് വിശ്വസിച്ചു. കുറച്ചു പേര് പറഞ്ഞു ഇവര് ഭ്രാന്താണ്, കുറച്ചു പേര് പറഞ്ഞു ഭൂതമുള്ളവനാണ്. ഇങ്ങനെ ഇതെല്ലാം കേട്ട് ആ മാതാവ് അവസാനം ആ മകൻ അനുഭവിച്ച പീഡകൾ, നിന്നയും പരിഹാസവും, അത് കഴിഞ്ഞ് ക്രൂശ് മരണം, അവിടെ വരെ ആ ക്രൂശ് മരണം, ആ ക്രൂശിന്റെ ചോട്ടിൽ വരെ നിന്ന് എൻ്റെ മകന്റെ ആ വലിയ ഭയാനകമായ ആ മരണം കൂടെ കാണുവാൻ ആ അമ്മയിടയായി. അമ്മയുടെ അടുത്ത് പറഞ്ഞത് എന്തുവാ? കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ശരിക്കും ആ ഒരു ദൈവശബ്ദം, ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദം, അത് ആ മറിയയുടെ ഹൃദയത്തിൽ ആഴത്തിലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കിയേ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഉടനെ തന്നെ കയറുമായിട്ട് ആൾക്കാർ ഓടുകയാണ്, ജീവിതം അവസാനിപ്പിച്ച് കളയുക. ചെറിയ വേദനകൾ വരുമ്പോൾ, നിന്ദയും പരിഹാസം വരുമ്പോൾ, ഭയപ്പാടുണ്ടാകുമ്പോൾ. പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല. മറിയ അവസാനം വരെ കർത്താവ് കൂടെയുണ്ട്. പിന്നെ നമ്മൾ മറിയെ കാണുന്ന എവിടാ? ശിഷ്യന്മാരോട് കൂടെ, തൻ്റെ മക്കളോടുകൂടെ ആ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ പിന്നീട് കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ലെങ്കിലും പിന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ആ പീഡിപ്പിക്കപ്പെട്ട തൻ്റെ മകൻ, തൻ്റെ ആ ആദ്യജാതൻ അവസാനം ഇതിനെല്ലാം, ലോകത്തെല്ലാം ജയിച്ചു ഉയർത്തെഴുന്നേറ്റു, പിന്നെ ദൈവപുത്രനായിരുന്നു എന്നുള്ള ആ ഒരു വലിയ ഉറപ്പും ധൈര്യവും. അപ്പൊ തനിക്കും ഇനിയും ആ മകനോടൊത്ത് നിത്യതയിൽ ചെലവഴിക്കാമെന്നുള്ള വലിയ സന്തോഷമൊക്കെ ആ മാതാവിന്റെ ഹൃദയത്തിലുണ്ടായി. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണമല്ലോ ശിഷ്യന്മാരോടൊത്ത്, മക്കളോടൊത്ത് ആത്മാവിന് വേണ്ടി കാത്തിരുന്നു. അപ്പോ ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം ശുഭകരമായിരിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. അത് ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം വലിയ മാറ്റങ്ങൾ വരും. ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും തോന്നും, കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നോക്കുകയാണെങ്കിൽ ആദ്യകാലത്തൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി. സ്വന്തം അപ്പനും അമ്മയും പോലും നമ്മളെ തള്ളി പറയുന്ന നിലയിൽ സ്വന്തക്കാരൊക്കെയും നിന്ദിക്കുകയും പുച്ഛിക്കുകയും. പക്ഷെ അവിടെയൊക്കെ ദൈവം നിലനിർത്തിയത് അതൊരു വലിയ അത്ഭുതമായിട്ട്. ഒരു കാലത്ത് തള്ളിക്കളഞ്ഞവരെല്ലാം പിന്നീട് പതുക്കെ പതുക്കെ അടുത്തു വരുന്നു. യാതൊരു തരത്തിലും ഞങ്ങളുമായിട്ട് കൂട്ടുകൂടാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ താല്പര്യമില്ലാതിരുന്ന എല്ലാ ബന്ധുക്കളും അവരെല്ലാവരും വീണ്ടും ഞങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ഇടപെടാൻ തുടങ്ങി. അതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും അവിടെയാണ് ദൈവം നമ്മള് വലിയ പ്രയാസത്തിൽ കൂടെ പോകുമ്പോഴാണ് ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കേണ്ടത്. ദൈവം നമ്മോട് കൂടെയുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും കൈവിടാത്ത, ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നത് അക്ഷരം പ്രതി ശരിയാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ആ വചനഭാഗത്തേക്ക്, ആ ഒരു പ്രവചന ഭാഗത്തേക്ക് വന്നപ്പോൾ ആ പ്രവചനത്തിന്റെ പിന്നിലുള്ള ആ ഹിസ്റ്റോറിക്കൽ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്
അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ അതിനകത്ത് ആ ഒരു വിശ്വാസം ഉറപ്പിക്കാൻ കഴിയും. ഞാൻ 9:45 ആവുമ്പോൾ നിർത്തും കേട്ടോ, കൂടുതൽ നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല. അപ്പോൾ നമ്മള് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്ന ആ പ്രവചനം, കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. നമുക്കറിയാമല്ലോ എവിടെന്നാ എടുത്തിരിക്കുന്നതെന്ന്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം. കാര്യം ഇവിടെ വചനം അറിഞ്ഞൂടാത്ത ആരും എല്ലാവരും വളരെ നിശ്ചയമുള്ളവരാണ്. എനിക്ക് അത്രയും നിശ്ചയം പോരാ. അപ്പൊ അവിടെ ആ ഒരു 7-ാം അധ്യായത്തില് ഞാൻ അതിന്റെ ആ ഒരു പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനായിട്ട്, അപ്പോൾ എനിക്ക് കൂടുതൽ അതൊരു താല്പര്യം അതിനകത്ത് ആ ഒരു പ്രവചന ഭാഗത്ത്. നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനൊരു കാര്യം കേട്ട് കാണുമായിരിക്കും. അവിടെ അത് പറയാനുണ്ടായ ഒരു കാരണം 7-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമുക്കറിയാമല്ലോ, ഒരു യഹൂദ രാജാവ് ആഹാസിന്റെ, അത് നിങ്ങൾ വന്നെ വായിച്ചാൽ മതി. അപ്പൊ ആഹാസ് രാജാവിന്റെ എതിരായിട്ട് 2 രാജാക്കന്മാര് വരികയാണ്. അതിന്റെ ആ ഒരു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു 2 രാജാക്കന്മാരിൽ 15-ാം അധ്യായത്തിലെങ്ങാണ്ടാണ് അതിന്റെ ഒരു മറ്റേ രാജാക്കന്മാരുടെ ആ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ ഈ ആഹാസ് നമുക്കറിയാമല്ലോ, യെശയ്യാ പ്രവചനം ആ പ്രവാചകന്റെ ആ ഒരു പ്രവാചക ശുശ്രൂഷയിൽ താൻ മുന്നിട്ട് വരുന്നത് തന്നെ 6-ാം അധ്യായത്തിലാണ് അല്ലെ? ഉസിയ രാജാവ് മരിച്ച ആണ്ടില്. ഉസിയ രാജാവ് മരിച്ചപ്പോഴാണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു വലിയ ഒരു അങ്കലാപ്പിലായിരുന്നു. അവിടെ ഒരു വലിയൊരു ദർശനം യെശയ്യാവിന് ഉണ്ടാകുന്നത്. അതിനുശേഷം ഉസിയാവിന്റെ മകന്റെ ഭരണം കഴിഞ്ഞു, വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ആഹാസിന്റെ കാലത്ത്, ഉസിയാവിന്റെ കൊച്ചുമകന്റെ കാലത്ത് ആണ് ഈ സംഭവം വരുന്നത്. ആഹാസിന്റെ കാലത്ത്. അപ്പൊ അവിടെ അരാമ്യ രാജാവും ഇസ്രയേലിന്റെ രാജാവും, ഇതിപ്പം യഹൂദയാണ് നമുക്കറിയാമല്ലോ, 2ആയിട്ട് പിരിഞ്ഞു. 10 ഗോത്രങ്ങൾ ഇസ്രായേലും 2 ഗോത്രങ്ങൾ യഹൂദ രാജ്യവും. അപ്പൊ അങ്ങനെ ഇവരോട് ചേരാതിരുന്നത് കൊണ്ട് ആഹാസ് ഈ അരാമ്യ രാജാവിനോടോ ഇസ്രായേൽ രാജാവിനോടോ ചേരാതിരുന്നതുകൊണ്ട് അവർ രണ്ടും കൂടെ ഒരുമിച്ച് ആഹാസിനെ തോൽപ്പിച്ച് അവിടെ അവർക്ക് യോജിച്ച ഒരു രാജാവിനെ പ്രതിഷ്ഠിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് വന്നു ആഹാസിനെതിരായിട്ട്. ആഹാസ് ആദ്യം ഒരു വിജയമൊക്കെ നേടി, നമ്മൾ ആ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ 2ാമത് വന്നപ്പോൾ അവർക്കൊരു വലിയ പ്രയാസം. കാര്യം 2 പ്രബലരായ 2 സാമ്രാജ്യങ്ങളാണ് താരതമ്യേന ചെറുതായ, അല്ലെങ്കിൽ അത്ര മോശമല്ലാത്ത യഹൂദ രാജ്യത്തിനെതിരായിട്ട് വരുന്നു. അപ്പൊ അവർക്ക് ഇങ്ങനെ അവര് തനിക്കെതിരായിട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടെ ആ 2ാമത്തെ വാക്യം, 7-ന്റെ 2ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അരാം എഫ്രയീമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. അപ്പൊ അവിടെ ആ ഒരു എത്ര മനോഹരമായ ഒരു പ്രയോഗമാണെന്ന് നോക്കി. ഒരു പ്രശ്നം നേരിട്ടപ്പോൾ, വലിയൊരു പ്രശ്നം, ചെറിയൊരു പ്രശ്നമൊന്നും അല്ല, വലിയ പ്രശ്നം നേരിട്ടപ്പോൾ രാജാവിന്റെ ഹൃദയവും ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിലും വലിയ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ ഇതുപോലെയല്ലേ സംഭവിക്കുന്നത്? അങ്ങ് ഒലഞ്ഞു പോവുക, വല്ലാണ്ടങ്ങ് ആടിപ്പോകുന്നു, വല്ലാണ്ടങ്ങ് നമ്മള് ഏറെക്കുറെ വീണു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ. ഇതോടുകൂടി തീർന്നോ, നമ്മുടെ ജീവിതം അവസാനിച്ചോ? അങ്ങനെ വല്ലാണ്ട് ഒലഞ്ഞു പോയി. ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും
ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്ത് പ്രതികൂലം വേണം വരട്ടെ, എന്ത് വന്നാലും ഒന്നും സംഭവിക്കുകയില്ല. അതായിരുന്നു ദൈവത്തിന് ഇവിടെ ആഹാസിനോട് അറിയിക്കേണ്ടിയിരുന്നത്. ഞാൻ നിന്നോട്, പക്ഷെ ആകാശന് ആ വിശ്വാസം ഇല്ലാണ്ട് പോയി. അവർക്ക് ആ ദൈവവിശ്വാസം ശരിയായിട്ടില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ അങ്ങ് ഒലഞ്ഞു പോയത്, അല്ലാണ്ട് ഒലഞ്ഞു. അപ്പൊ നമ്മൾ ഒലഞ്ഞ് നമുക്കൊരു വലിയ പ്രശ്നം വരുമ്പോ ദൈവം നമ്മെ കൈവിടുവോ? ഒരിക്കലും ഇല്ല. അവിടെ ജനമാകപ്പാടെ പ്രയാസത്തിലായപ്പോ ദൈവം യെശയ്യാവിനോട് പറഞ്ഞു, പോയി അവനോട് പറയേണ്ടത് എന്താണ് അടുത്ത വാക്യത്തിലുണ്ട്. അതുകൂടെ ഒന്ന് വായിക്കാം. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീയും നിന്റെ മകൻ ശെയാർ യാശൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലേക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്, സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്ക. പുകയുന്ന ഈ 2 മുറിക്കൊള്ളി നിമിത്തം അരാമിന്റെയും രസിന്റെയും രമല്യാവിൻ മകന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകുകയും അരുത്. മതി, അവിടെ നിർത്താം. ഇവിടെ നോക്കണേ, ഈ ഉടനെ തന്റെ പ്രവാചകനിലൂടെയുള്ള അറിയിപ്പ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങള്, അവിടുത്തെ ആ പ്രയോഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമുക്കത് ചിന്തിക്കാനൊക്കെ കാര്യം. യെശയ്യാവും യെശയ്യാവിന്റെ മകനും കൂടെ അവിടെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും മകനെ അയച്ചത്? നമുക്കൊരു ചിന്ത ഉണ്ടാകാം. മകന്റെ പേര് ഇച്ചിരി നമുക്ക് നാക്കുളുക്കുന്ന ടൈപ്പ് ഒരു പേരാണ്, ശെയാർ യാശൂബ്. അതിന്റെ അർത്ഥം ഒരു ശേഷിപ്പും പറഞ്ഞു വരുമെന്ന്. ഒരു ശേഷിപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പം ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തില് കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ശേഷിപ്പിനെ കുറിച്ചും നമ്മൾ അതിൽ ഉൾപ്പെടുന്നതിനെ കുറിച്ചൊക്കെ വളരെ കേൾക്കുന്നു. അപ്പൊ ഇവിടെ ദൈവം പറയും, തന്റെ ജനം അതിനെ വെറുതെ വിടാനായിട്ട് കർത്താവ് കൈവിടത്തില്ല, ഒരിക്കലും കൈവിടത്തില്ല. ഒരു ശേഷിപ്പുണ്ടാകും. അപ്പൊ ഈ മകനെ ആ രാജാവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തത് ഈ ശേഷിപ്പിനെ കുറിച്ച് പറയാനായിരിക്കാം, അല്ലെങ്കിൽ രാജാവിന് അതിനെക്കുറിച്ച് ഒരു ബോധ്യം കൊടുക്കാനായിരിക്കാം അവന്റെ പേരിന്റെ അർത്ഥം വെച്ചുകൊണ്ട്. അവിടെ അതുപോലെ അവിടുത്തെ ആ കോണ്ടെക്സ്റ്റ്, അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലേക്കുളത്തിന് നീർപ്പാത്തിയുടെ അറ്റത്ത്. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്? നമ്മളെ മുമ്പോട്ട് പോകുമ്പോ 32-ാമത്തെ അധ്യായത്തിലോ 38-ലൊക്കെ ഹിസ്കിയാവിന്റെ കാര്യം വായിക്കുമ്പോൾ അവിടെയും ഇതേ കാര്യം പറയുന്നുണ്ട്. ഇത് പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇതേ കാര്യം തന്നെ, ഇതുപോലെ ആ നീർപ്പാത്തിയുടെ അടുത്ത് നിന്ന് ദൈവത്തിന്റെ ആലോചന പറയുന്നത്. അപ്പൊ ദൈവം എന്താ പറയുന്നത്? സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക, വളരെ സമാധാനത്തോടു ഇരിക്കുക. എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങി പോകരുത്, ഒലഞ്ഞു പോകരുത്. അപ്പോ ഈ 2 പ്രബലരായ രാജാക്കന്മാരെ കുറിച്ച്, അവരുടെ സൈന്യത്തെ കുറിച്ച് ദൈവം പറഞ്ഞ എന്തുവാ? 2 മുറിക്കൊള്ളി. എനിക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ആ വാക്ക്, പുകയുന്ന 2 മുറിക്കൊള്ളി. തീ പോലും അല്ല, പുകയുന്ന 2 മുറിക്കൊള്ളിയാണ്. അപ്പൊ നമുക്കെതിരായിട്ട് വരുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങൾ, ഏത് വലിയ വൻപൻ ശക്തികളായിക്കൊള്ളട്ടെ, എന്തു വന്നാലും അത് ദൈവത്തിന്റെ മുമ്പിൽ വെറും പുകയുന്ന മുറിക്കൊള്ളി പോലെയോ. അത് തന്നെ ആയിരിക്കണം നമ്മുടെ ഹൃദയം. നമുക്ക് എതിരായിട്ട് എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം ഭീകരമായ കഠിനമായ രോഗങ്ങൾ വരുന്നു, പ്രതികൂലങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ജോലികൾ നഷ്ടപ്പെടുന്നു, ചിലപ്പോൾ വേർപാടുകൾ വരെ സംഭവിക്കുന്നു. പക്ഷേ കുലുങ്ങി പോകരുത്, സാവധാനമായിരിക്കുക, സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ അവരുടെ ആ ഒരു കോപമോ പ്രതികാരം ഇതൊന്നും പ്രശ്നമാക്കരുതെന്നാണ്. ഇതിന്റെ ധൈര്യം, നീ ഭയപ്പെടരുത്, ധൈര്യം ക്ഷയിച്ചു പോകരുത്. അവിടെ അടുത്ത് പറയുന്നത് അവരുടെ ഉദ്ദേശത്തെ കുറിച്ചാണ്. അവിടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, അതായത് യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ചും അതിലിടിച്ച് കടന്ന്
തബയേലിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണം. കാര്യം അവർക്ക് ഇഷ്ടമുള്ള ഒരാളിനെ യഹൂദയുടെ രാജാവായിട്ട് വാഴിക്കണം. അവര് പറയുന്ന പോലെ കേൾക്കുന്ന ഒരാളെ. ഇതാണല്ലോ ഇന്ന് സംഭവിക്കുന്ന പലയിടത്തും, അല്ലേ? നമുക്ക് ഓരോരുത്തർക്ക് താല്പര്യമുള്ളവരെ ഓരോരുത്തർ ആക്കി വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടമേ നടക്കത്തുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. പക്ഷെ ഇത് വിശ്വസിക്കാൻ എന്തുകൊണ്ടോ ആഹാസിന് കഴിഞ്ഞില്ല. ആഹാസ് ദാവീദിനെ പോലെ വിശ്വാസമുള്ളവനായിരുന്നില്ല, അല്ലെങ്കിൽ തന്റെ അപ്പനെ പോലെ ഒന്നും ആയിരുന്നേ ഇല്ല. അപ്പൊ ആഹാസിനെ സംബന്ധിച്ച് ഉടനെ വേറൊരു രാജാവുമായിട്ട് കൂട്ടുപിടിച്ച് ഇതിനെ എതിർക്കണമെന്നുള്ളതാണ് കാര്യം. ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് ഓരോരുത്തർ ചെയ്യുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇസ്രയേലിനെതിരായിട്ട് ഉള്ള മറ്റു രാജ്യങ്ങളൊക്കെ, അറബ് രാജ്യങ്ങളൊക്കെ വന്നാലും ഇസ്രയേലിനെ സഹായിക്കാനായിട്ട് മറ്റു രാജ്യങ്ങളൊക്കെ കൂടുകയും ഇതൊക്കെ ചെയ്യും. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഉടനെ മാനുഷികമായിട്ടുള്ള സഹായങ്ങൾ തേടി പോകുന്നു. പലപ്പോഴും ദൈവത്തിന്റെ സഹായത്തിന് പകരം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു മനുഷ്യമായിട്ടുള്ള ഒരു സഹായത്തിന് പോകുന്ന ഇന്നൊരു സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് ഉറപ്പുള്ള ഒരുത്തൻ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ലെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അവിടെ പറയുന്നു അതിന്റെ 9-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചാലേ നമുക്കതിന് ശരിക്കും അങ്ങോട്ട് അർത്ഥം മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. ശരിക്കും അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നിങ്ങൾ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പേ ഇല്ല. ഈ ദൈവത്തിന്റെ വചനം, ഈ മാറ്റമില്ലാത്ത വചനം, ജീവനും ചൈതന്യമുള്ള ഈ വചനം, ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ഈ വചനം, നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും സന്ധിപഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്ന ഈ വചനം, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയൊക്കെ വിവേചിക്കുന്ന ഈ വചനം വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പേ ഉണ്ടാകുന്നില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. നിങ്ങൾ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പേ ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് വിശ്വസിക്കണം. എന്നിട്ട് കർത്താവ് പറയുന്നു, നീ ഒരു അടയാളം ചോദിക്കും. അപ്പോ എന്ത് അടയാളം വേണേലും തരാം. കാര്യം ഇത് എന്റെ വചനം, ഇത് സത്യമാണ്, ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷെ അപ്പം ആകാശത്തിന് പഴയ ന്യായപ്രമാണത്തിന്റെ പരീക്ഷന്റെ ഭക്തിയൊക്കെ ഇങ്ങ് വന്നു. ഞാൻ എൻ്റെ ദൈവത്തെ പരീക്ഷിക്കത്തില്ല. ദൈവം പറഞ്ഞു അടയാളം ചോദിക്കാൻ. അന്നേരം പുസ്തകം എടുത്തു വെച്ചു. അതുവരെ പുസ്തകം നോക്കുന്നില്ല. അന്നേരം പുസ്തകം എടുത്തു വെച്ച് പറയാം ദൈവത്തെ പരീക്ഷിക്കരുത്. നമ്മളീ അസ്ഥാനത്തെ പലപ്പോഴും വചനം പ്രയോഗിക്കുന്നത്, അല്ലേ? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കത്തില്ല, ഞാൻ ചോദിക്കത്തില്ല, പരീക്ഷിക്കത്തില്ല. അപ്പോ ദൈവം പറയുന്നു, ദാവീദ് ഗൃഹമേ. അപ്പോഴത്തേനും ആഹാസിന് ദൈവം വിട്ടു. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഒക്കത്തില്ല കേട്ടോ. ഇതുവരെ ആഹാസിനോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അടുത്ത വാക്ക് 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ദാവീദ് ഗൃഹമേ കേൾപ്പീൻ. പിന്നെ ദൈവത്തിന്റെ ഫോക്കസ് ആ ജനത്തോട് മാത്രമായി. രാജാവിനെ വിട്ടു. മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്, തന്റെ പ്രവാചകനിലൂടെ പറയുകയാണ്. മനുഷ്യനെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരുന്നാൽ പിന്നെ അതൊരു ദൈവത്തിനെ മുഷിപ്പായിക്കുന്നു. അങ്ങനെ ഒരു കാര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല. ദൈവത്തിനെ മുഷിപ്പിക്കുന്ന, ദൈവത്തിനെ സങ്കടപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ഈ വചനം അങ്ങനെ തന്നെ ഏറ്റെടുക്കും. ഇത് അതേപോലെ വിശ്വസിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിലനിൽപ്പുണ്ടാകൂ. എൻ്റെ മൂത്ത മകൻ എൻ്റെ അപ്പനോട് വളരെ സ്നേഹമുള്ള, അപ്പനുമായിട്ട് ചേർന്ന് നിന്ന്, അപ്പൻ ഞങ്ങൾക്ക് എതിരായിരുന്നതുകൊണ്ട് അവനും അതിനോട് ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് എതിരായിട്ട് നിന്നു.
3 വർഷം മുമ്പെയാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. അതുവരെയും അവരും പിതാവിനോട് ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് വേണ്ട ഉപദ്രവം എന്ന് പറഞ്ഞാൽ വേണ്ട വേദനകളൊക്കെ തന്നിട്ട്. അപ്പോൾ നമുക്കെപ്പോഴും അതൊരു വലിയൊരു ദുഃഖമായിരുന്നു. കാര്യം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എവിടെന്നെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ ഒരു കമന്റ് വരും, ഇത്രയൊക്കെയാണ് ഇത്, ഇത്ര വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് മൂത്ത മകന് ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ലല്ലോ. പതുക്കെയെങ്കിലും പറയും, പലരും നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരിതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല. അവന് ജോലിയുണ്ട്, അവന്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയും, അവന് ഞങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവന്റെ ഇഷ്ടം എന്താണോ അതൊക്കെ അവൻ നടത്തത്തുള്ളൂ. വളരെ പ്രതികൂലം. എൻ്റെ അപ്പന് നല്ല സപ്പോർട്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ താമസിക്കുമ്പോഴും അതങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ സംഗതി ആകെ അങ്ങ് മാറി. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, സഭ പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും മടങ്ങി വരും. വയസ്സ് 40 അവൻ പറഞ്ഞ അവന് ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടുകയുള്ളൂ, ആഭരണം ഇട്ട പെണ്ണിനെ മാത്രമേ കിട്ടൂ. ഇതൊക്കെയായിരുന്നു. ആരെ കൊണ്ട് കാണിച്ചാലും എന്തെങ്കിലും കുറ്റം പറഞ്ഞ് തള്ളിക്കളയും. ഇതൊക്കെയായിരുന്നു പരിപാടി. അവസാനം ഒരു പെൺകുട്ടി വന്നു. അവന്റെ കാണിച്ചപ്പോ എന്തൊക്കെയോ അത് ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായി. അതിനെ കാണാൻ പോകാൻ പോലും തയ്യാറായില്ല, പിണങ്ങി അവൻ ഇറങ്ങിപ്പോയി. പക്ഷെ അതിന്റെ പിറ്റേ ദിവസം അവന്റെ മറ്റു 2 സഹോദരങ്ങളും അവനും കൂടെ അവനെ ഒത്തിരി ആശ്വസിപ്പിക്കുകയും അവരെ ഒത്തിരി നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തു. അവനും പറഞ്ഞ എന്നാ ഞാൻ പോയി ഒന്ന് കാണാം. ഞങ്ങളൊന്നും അറിയാതെ അവൻ പോയി. ബാംഗ്ലൂർ ആയിരുന്നു പെൺകുട്ടി. അവിടെ പോയി അവളെ കണ്ടു. അവനിത് ഇഷ്ടപ്പെട്ടു. അവളൊരു ആഭരണം ഇടാത്ത വിശ്വാസിയായ പെൺകുട്ടിയായിരുന്നു. അവൻ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ അയച്ചിട്ട് ഞങ്ങൾ വിശ്വസിച്ചില്ല. ഇതൊക്കെ അവന്റെ ഒരു വേലയാണെന്ന് ഞങ്ങൾ ധരിച്ചുള്ളൂ. പക്ഷെ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടന്നു. ഞാൻ എൻ്റെ ദൈവത്തെ എത്ര സൂചിച്ചാലും മതി വരത്തില്ല. കാര്യം എങ്ങനെ ആ മാറ്റം വന്നു നിമിഷം കൊണ്ട്. നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല, ആരും ഒന്നും ഈ ദൈവകാര്യങ്ങൾ പറയുകയോ അതൊന്നും ചെയ്തിട്ടില്ല. സഭയിലേ പോകുന്നില്ല. കല്യാണത്തിന് തയ്യാറായി ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മെസ്സേജാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാം വളരെ വേഗത്തിൽ. സഭയിലെ അംഗത്വം പോലും അതിന് ശേഷമാണ്. സഭയിലെ പാസ്റ്റർ പോലും അറിയത്തില്ല അവനെ. ഇങ്ങനെയൊക്കെ അപ്പം ചേർക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെ ഉണ്ടായി. അങ്ങനെ ഒരു പ്രശ്നം വന്നു. വേറൊരു സഭയിൽ കൊണ്ടുപോയി. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, അമേരിക്കയിൽ നിന്നൊക്കെ ചിലർ വന്നിട്ട് ഇതുപോലെ സഭയിൽ ചേർന്ന് കല്യാണം കഴിഞ്ഞിട്ട് പോയ ഞങ്ങൾക്ക് വലിയ തലവേദനയായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്താണേലും അവിടെ ചേർത്തു. അതിനുശേഷം അത് മുതൽ ഇന്ന് വരെയും നമ്മൾ അവിടുത്തെ ഒരു വലിയ പാട്ടിലും ഓർഗൻ വായിക്കുന്നതിലും അവിടുത്തെ എന്താ വളരെ ആക്റ്റീവായിട്ടുള്ള 2 മെമ്പേഴ്സായിട്ട് അവർ മാറി. ഇരിക്കുന്ന ഒരു കാര്യം, ഞാൻ നിന്നെ കൈവിടുന്ന പ്രശ്നം. ഇപ്പൊ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും അവന് സപ്പോർട്ടായി. അവന് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും ഈ ബന്ധിക്കോസ്തെന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ട് കയറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ജയമാണല്ലോ. അപ്പൊ അവരങ്ങനെ ഓർത്തഡോക്സ് എന്നും മർത്തോമയെന്നും കത്തോലിക്കയെന്നും ഒക്കെ ഒത്തിരി കല്യാണവേലകൾ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ആ സമയത്തൊക്കെ മിണ്ടാതിരിക്കുകയല്ല, വേറെ നിവർത്തിയില്ല. പക്ഷെ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, കർത്താവെ മടക്കി കൊണ്ടുവരണം.
കർത്താവിന്റെ വാഗ്ദത്തം. അപ്പോൾ ഞാനിവിടെ ഇന്ന് നിർത്താം. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞിട്ട് അപ്പൊ കർത്താവ് പറഞ്ഞ അന്നേരമാണ് ഒരു വാഗ്ദത്തം കൊടുക്കുന്ന കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവിടെ അവിടത്തെ ഒരു നിവൃത്തി ഉണ്ടാവും വചനത്തിന്. പിന്നീട് അതിന്റെ പൂർണ്ണ നിവൃത്തി കർത്താവ് യേശു ക്രിസ്തുവിൽ ഉണ്ടാകും. ഇവിടെ ആ ഒരു വചനം ഈ വർഷം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ജയിലിലെ അവിടുത്തെ ജയിൽവാസികൾക്കും ഞങ്ങളുടെ സഭയിലും ഒക്കെ എനിക്ക് കൊടുക്കാനുണ്ടായിരുന്ന മെസ്സേജ് ഇതായിരുന്നു: ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതൊരിക്കലും അവിശ്വസിക്കരുത്. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും, പ്രതികൂലങ്ങൾ ധാരാളം വരും, ഏത് വിഷയങ്ങൾ നോക്കിയാലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യും, അതിന്റെ അനുഗ്രഹവും അതിന്റെ നന്മയും. പക്ഷെ ആ കഷ്ടങ്ങളിലൂടെ മറിയ എങ്ങനെ കടന്നുപോയോ അതുപോലെ കടന്നു പോകാനായിട്ട് നമുക്കും കഴിയണം. ഇന്ന് കർത്താവിന്റെ ദാസൻ ഇന്ന് നമ്മോട് കൂടെ ഇല്ലാതിരിക്കുമ്പോൾ എനിക്കിന്ന് ഓർക്കാപ്പുറത്ത് കിട്ടിയ അവസ്ഥ. ജോയിൻ ചെയ്തിട്ടുണ്ടോ? അത് ശരി. അപ്പോൾ ഞാനിന്ന് ഇവിടെ നിർത്തുകയാണ്. കർത്താവിന്റെ ദാസൻ അതിന്റെ ഒരു സമാപ്തിയിലേക്ക് ഇതിനെ കൊണ്ടുവരും. അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മൾ പഠിക്കുന്ന വചനങ്ങളൊക്കെ നമുക്ക് അത് അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ ഏറ്റെടുക്കാനുള്ളതാണ്. എല്ലാം മനസ്സിലാകത്തില്ല, എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മനസ്സിലായില്ലെങ്കിലും വിശ്വസിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ വഴി നടത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.